വയറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തി പെട്ടെന്ന് വണ്ണം കുറയ്ക്കാൻ പ്രോട്ടീനും ഫൈബറും നിറഞ്ഞ മുളപ്പിച്ച റാഗി കൊണ്ടൊരു ഗട്ട് ഫ്രണ്ട്ലി ബ്രേക്ക്ഫാസ്റ്റ്. പാലിനേക്കാൾ കൂടുതൽ കാൽഷ്യം ലഭിക്കുന്ന റാഗി മുളപ്പിക്കുന്നത് കൊണ്ട് ഇതിൽ കൂടുതലായി പ്രോട്ടീനും ഫൈബറും കിട്ടുന്നു. ഇത് കഴിച്ചാൽ വയറ് നിറഞ്ഞതായി തോന്നിക്കുകയും ഒരുപാട് നേരം നമ്മൾക്ക് വിശപ്പ് തോന്നാണ്ടിരിക്കുകയും ചെയ്യും. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ പ്രമേഹ രോഗികൾക്കും ഇത് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ്. ഞാൻ ഇവിടെ 4 സ്പൂൺ റാഗിയാണ് സ്പൗട്ടഡ് ആക്കി എടുത്തിരിക്കുന്നത്. അത് നമ്മൾക്ക് ഇതുപോലൊരു സിമ്പിൾ അരിപ്പയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബൗൾ ഉണ്ടാക്കാൻ 2 സ്പൂണാണ് എടുക്കുന്നത്. അതായത് ഇതിൻ്റെ പകുതിയാണ് ഞാൻ എടുക്കുന്നത്. സാധാരണ രീതിയിൽ തയ്യാറാക്കുന്നത് പോലെ അല്ല ഇത്. നമ്മൾ ഇതിൻ്റെ തവിട് നീക്കം ചെയ്യാതെയാണ് ഇന്നീ ബ്രേക്ക്ഫാസ്റ്റ് ബൗൾ തയ്യാറാക്കുന്നത്. ഇതിൽ നിന്ന് പകുതി ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായിട്ട് ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കുകയാണ് വേണ്ടത്. ശ്രദ്ധിക്കണം, നമ്മൾ തവിട് നീക്കം ചെയ്യുന്നില്ല. അതുകൊണ്ട് നല്ല ഫൈൻ പേസ്റ്റാക്കി വേണം അരച്ചെടുക്കാൻ. മുതിർന്ന ആൾക്കാർക്കും കുട്ടികൾക്കുമാണ് ഇത് തയ്യാറാക്കുന്നതെങ്കിൽ ഇതൊന്ന് അരിച്ചെടുത്തിട്ട് തയ്യാറാക്കുന്നതായിരിക്കും ഏറെ നല്ലത്. ഇനി ഇത് നമ്മൾക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമ്മൾക്കൊന്ന് കുറുക്കി കുക്ക് ചെയ്തെടുക്കണം. ഇത് ഒരുപാട് അങ്ങ് കുറുക്കി എടുക്കണ്ട, നമ്മൾക്ക് ഈ ഒരു അളവിൽ കിട്ടിയാൽ മതി. ഇനി ഇത് തണുക്കുമ്പോഴത്തേന് കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് കിട്ടും. ഇത് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. പഞ്ചസാരയോ പാലോ അങ്ങനെയുള്ള ഒരൈറ്റവും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് ചേർക്കാവുന്നതാണ്. ഞാൻ ഇവിടെ ആപ്പിളാണ് എടുത്തിരിക്കുന്നത്. ഒരേ ദിവസം നമ്മൾ ഓരോരോ ഫ്രൂട്ട്സ് മാറ്റി മാറ്റി കൊടുക്കുകയാണെങ്കിൽ ദിവസം കഴിക്കുമ്പോഴുള്ള ബോറടിയൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ഇതിലേക്ക് മധുരത്തിനായിട്ട് 3 ഡേറ്റ്സാണ് ചേർക്കുന്നത്. സ്പൗട്ടഡ് ആയതുകൊണ്ട് റാഗിക്ക് ചെറിയൊരു കയ്പുണ്ട്. അതുകൊണ്ടാണ് 3 എണ്ണം എടുത്തിരിക്കുന്നത്. പകുതി ആപ്പിളാണ് ചേർക്കുന്നത്. ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത 1 സ്പൂൺ ചിയാ സീഡും 1 സ്പൂൺ ഫ്ലാക്സ് സീഡുമാണ്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് തേങ്ങയാണ്. തേങ്ങയിലെ നല്ല കൊഴുപ്പും മുളപ്പിച്ച റാഗിയിലെ ഫൈബറും ഹൃദയാരോഗ്യത്തിന് ഏറെ നല്ലതാണ്. ഇനി നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഇത് നല്ല ഫൈൻ പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കണം. ഞാൻ ഇവിടെ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. നന്നായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. ഇനി നിങ്ങൾക്ക് ഇത് സ്മൂത്തി ആയിട്ടാണ് കുടിക്കണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. പാല് വേണ്ടവർക്ക് പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ എന്ത് വേണേലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് അനാറും മാങ്ങയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഉണക്കമുന്തിരി വെള്ളത്തിൽ കുതിർത്തതാണ്. ഷുഗർ ഉള്ളവരാണ് ഇത് തയ്യാറാക്കുന്നതെങ്കിൽ ഈ മുന്തിരിയുടെ അളവ് കുറയ്ക്കാൻ നോക്കണം. ഇതിൽ പഞ്ചസാരയുടെ അളവ് കൂടുതലാണ്. വേറെ മധുരമായിട്ട് ഹണിയോ പഞ്ചസാരയോ ഒന്നും ചേർത്തിട്ടില്ല. സ്പൗട്ടഡ് ആയതുകൊണ്ട് ഇതിൽ ചെറിയൊരു കയ്പുണ്ട്. അത് മാറ്റാനാണ് നമ്മൾ കുറച്ച് ഡേറ്റ്സ് ചേർത്തിരിക്കുന്നത്. ഇനി നിങ്ങൾ സ്മൂത്തി ആയിട്ടാണ് കുടിക്കാൻ ആഗ്രഹമെങ്കിൽ കുറച്ചുകൂടെ വെള്ളമോ പാലോ ഇത് നമ്മൾ അരയ്ക്കുമ്പോൾ ചേർത്താൽ മതി. വളരെ സിമ്പിളായിട്ട് ഇതുപോലെ അരിപ്പയിലൊക്കെ വെച്ച് റാഗി എങ്ങനെയാണ് മുളപ്പിക്കുന്നതെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ കുറച്ച് അനാറിട്ട് ഒന്ന് കളർഫുൾ ആക്കുന്നുണ്ട്. റാഗി ഇതുപോലെ മുളപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ ഇതിലെ പോഷക ഗുണങ്ങൾ ഇരട്ടിയാകുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂടുന്നത് തടയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അമിതഭാരം കുറയ്ക്കാനും പ്രമേഹം നിയന്ത്രിക്കാനും ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയ ആണ്. ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമാകും. താങ്ക്സ് ഫോർ വാച്ചിങ് ഫിംഗർ ഫാമിലി.